ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് സെൻറ്റ് ജോസഫ് ആശുപത്രിയിലാണ് ഉള്ളത്. പിന്നെ നമ്മുടെ അച്ചാച്ചൻ ഇവിടെ ആശുപത്രിയിലുണ്ട്. പിന്നെ അച്ചാച്ചനെ ഇതുപോലെ ഒന്ന് ഇവിടോട്ടൊന്ന് അഡ്മിറ്റ് ആക്കാനായിട്ട് വന്നതാണ്. പിന്നെ രാവിലെ ഞങ്ങൾ ഒരു 7:30 കഴിയുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ ആശുപത്രി വന്നപ്പോഴത്തേക്ക് 8 മണിയായി. ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ചു. ഞങ്ങൾ രാജീവ് ഡോക്ടറെ കാണിച്ചു. അച്ചാച്ചന് സ്ഥിരമായിട്ട് ഷുഗറിൻ്റെ ചികിത്സയെല്ലാം സാറാണ് കൊടുക്കുന്നത്. അപ്പം അവിടെ കഴിഞ്ഞ ദിവസം ഞങ്ങളവിടെ പോയായിരുന്നല്ലോ. അപ്പം ഇന്ന് ഷുഗർ നോക്കിയപ്പോഴത്തേക്ക് ഷുഗർ കുറവുണ്ട്. 130, 270 ഇൻസുലിൻ 2 നേരം എടുത്ത്, 3 നേരം മൊത്തത്തിൽ എടുത്തുള്ളൂ. ഇന്ന് എടുത്തില്ലായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എടുത്തു. അപ്പോഴത്തേക്ക് അത്രയായി. പിന്നെ കുറവുണ്ട്. അപ്പം ഇനി ആഹാരമൊക്കെ കഴിക്കാൻ കൊടുക്കാൻ പറഞ്ഞു. പിന്നെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ അവിടുന്ന് ഞാൻ അച്ചാച്ചനൊന്നും കൊടുത്തില്ല. ഫാസ്റ്റിങ്ങിൽ എടുക്കേണ്ടതുകൊണ്ട് ഞാൻ അച്ചാച്ചന് ചൂടുവെള്ളം മാത്രമേ കൊടുത്തുള്ളായിരുന്നു. ഇവിടെ വന്ന് പിന്നെ ഡോക്ടറെ കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ ബ്ലഡെല്ലാം പരിശോധനയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോരുന്ന സമയത്ത് പിന്നെ ചായക്കടയിൽ നിന്ന് അച്ചാച്ചനോട് എന്തോ വേണ്ടുന്നതെന്ന് ചോദിച്ചാൽ അവിടെ അപ്പവും പിന്നെ പൊറോട്ടയായിരുന്നു ഉള്ളത്. അച്ചാച്ചൻ പറഞ്ഞ് പൊറോട്ട മതി. സാധാരണ അച്ചാച്ചന് ഒന്നി പൊറോട്ടയോ അല്ലെങ്കിൽ ചപ്പാത്തിയൊക്കെയാണ് കൂടുതൽ ഇഷ്ടം, ഇല്ലെങ്കിൽ ദോശ. അപ്പം ചപ്പാത്തിയും ദോശയും കൂടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അച്ചാച്ചൻ പറയും ചപ്പാത്തി മതിയെന്ന്. അല്ലെങ്കിൽ ചപ്പാത്തി അച്ചാച്ചൻ മാത്രം ഉള്ളപ്പം, പണ്ട് അച്ചാച്ചൻ ഒറ്റയ്ക്കുള്ളപ്പോൾ അച്ചാച്ചൻ എന്നും ദോശയായിരുന്നു ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പം പിന്നെ അച്ചാച്ചനെ ഇവിടോട്ട് അഡ്മിറ്റ് ഇപ്പം ചെയ്തേക്കുക. പിന്നെന്തോ അത്രയേ ഉള്ളൂ. ചച്ചന് ചെറിയൊരു ഇന്നലെ ഞാൻ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചച്ചൻ കേൾക്കത്തില്ല. അജുവിനന്നേ പനി കൂടുതലാണ്. ഞാനോർത്ത് അച്ചാച്ചനെ കൊണ്ടുവന്ന് ഡോക്ടറെല്ലാം നോക്കിക്കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും ഗുളികയൊക്കെ എഴുതി തരുമായിരിക്കും ചെയ്യുന്നതെന്ന്. എന്നിട്ട് പിന്നെ വീട്ടിലോട്ട് അച്ചാച്ചനെ കൊണ്ടുവന്നിട്ട് അജുമോനെയും കൊണ്ട് പത്തനംതിട്ട ഗവൺമെൻറ് ആശുപത്രിയിൽ പോയിട്ട് അവന് പിന്നെ ട്രിപ്പൊക്കെ കുത്തിയിടുകയും അല്ലെങ്കിൽ മരുന്നുകളും ഒക്കെ കഴിക്കുമ്പോഴത്തേന് മാറുമെന്ന് വിചാരിച്ച് അന്നേരം ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞത്. പിന്നെ അച്ചാച്ചനെ ഇവിടെ കൊണ്ടുവന്നാക്കി. അവനൊരു ശകലം സുഖമില്ല. അവനവിടെ പിന്നെ ഉണ്ട്. മോനോട് മക്കൾ എളുപ്പം കുളിച്ച് വൃത്തിയായിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അവിടെ ഇൻസുലിൻ ഇരിപ്പുണ്ട്, അതുകൊണ്ട് നമുക്കിവിടെ കൊടുത്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അച്ചാച്ചൻ കണ്ട് പിന്നെ കിടക്കുന്നു. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇൻസുലിനൊക്കെ എടുത്തായിരുന്നു. പിന്നെ ചേച്ചിയോട് വിളിച്ച് പറഞ്ഞു. അപ്പം ഇതുപോലെ ആശുപത്രിയിലാണെന്ന് പറഞ്ഞ്, ചേച്ചിക്ക് വരാൻ സമയമുണ്ടോ എന്നറിയത്തില്ല. അപ്പം അതുകൊണ്ട് വിളിച്ചപ്പം ചേച്ചി അപ്പോഴേ വിളിച്ച് റെഡിയായി. ചേച്ചി ഇപ്പം ഒരു അരമണിക്കൂറൊന്നും എടുക്കത്തില്ല, ചേച്ചി ഇപ്പം വരും. അവളങ്ങനെ. പിന്നെ എൻ്റെ ചേച്ചി പെട്ടെന്ന് ചിലപ്പം ദേഷ്യപ്പെടുകയും എല്ലാം ചെയ്യും. പക്ഷെ വയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചേച്ചി പറന്നെത്തും. എനിക്കറിയാം. എൻ്റെ അമ്മച്ചിക്ക് വേണ്ടിയിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ഞാനും അച്ചാച്ചനും കൂടെ നോക്കുന്ന സമയത്ത് എൻ്റെ ചേച്ചിയായിരുന്നു 6 മാസം പിന്നെ മെഡിക്കൽ കോളേജിൽ ഒരുപോലെ നിന്നത്. അതുകൊണ്ട് എനിക്ക് ചില സമയത്തൊക്കെ എനിക്ക് പിന്നെ നമ്മുടെ പ്രയാസങ്ങൾ കൊണ്ടൊക്കെ എനിക്ക് ദേഷ്യവും ഒക്കെ തോന്നുമ്പം ഞാൻ പിന്നെ രാജുവിനോടും അച്ചാച്ചനോടും എല്ലാം കിടന്ന് അലക്കുകയൊക്കെ ചെയ്തിട്ട് പറയും. ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ കാണുമ്പം പിന്നെ ഓരോന്ന് പറയുകയൊക്കെ ചെയ്യും. പിന്നെ അന്നേരം തന്നെ ഞാൻ പറയും എൻ്റെ ദീപേച്ചി ഉള്ളത് കൊണ്ടാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മച്ചിയെ പൊന്നുപോലെ ഒരു 6 മാസം അവൾ പൊന്നുപോലെ നോക്കി. പിന്നെ പൊന്നുപോലെ നോക്കി. എനിക്ക് എന്താ പറയണമെന്നറിയത്തില്ല. ഇങ്ങനെ ഇരിക്കുക. എല്ലാം കൊണ്ടും എന്തോ പറയുന്നത്, ഒന്നും പറയാനില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു പിന്നെ 2000
മുതൽ 2004 അമ്മച്ചിക്ക് പിന്നെ ചിക്കൻ കുനിയൊക്കെ ആ ഇടയ്ക്ക് എല്ലാവർക്കും ഇറങ്ങിയ സമയത്ത് അമ്മച്ചിയുടെ കാലയിലൊരു നുഴൽ പോലെ വന്നിട്ട് അമ്മച്ചിക്ക് പണ്ട് മുതലേ ഞാൻ 7-ലൊക്കെ പഠിക്കും മുതലേ അമ്മച്ചിക്ക് ഷുഗർ ഉണ്ടായിരുന്നു. അന്ന് മുതലേ അമ്മച്ചിക്ക് ഗുളികകളായിരുന്നു. പിന്നെ അമ്മച്ചിക്ക് ഇൻസുലിനൊക്കെ ആക്കിയായിരുന്നു. അങ്ങനെ ഒരു ചെറിയ നുണൽ അമ്മച്ചിക്ക് കാലേ വന്നു കഴിഞ്ഞിട്ട് അത് പൊട്ടി. അപ്പോഴത്തേനും അമ്മച്ചിക്ക് കാലിനൊക്കെ ഈ പെരുപ്പുള്ളത് കൊണ്ട് ഈ കാലൊക്കെ മുറിഞ്ഞാലൊന്നും അറിയത്തില്ല. അമ്മച്ചിയെ ചേച്ചന് മാത്രമേ ഉള്ളൂ വീട്ടിൽ. അങ്ങനെ അതേ പിന്നെ അതിങ്ങനെ ചെറിയൊരിതായിട്ട് വന്നു കഴിഞ്ഞിട്ട് അതങ്ങ് ഒരു ചെറിയ കുരു അത് പൊട്ടി. അത് ചെറിയ പഴുപ്പ് വന്നതങ്ങ് കാലേ കൂടെ എല്ലാം വ്യാപിച്ച് മേപ്പോട്ട് അങ്ങ് കയറി. ആദ്യം ഒരു വിരൽ മുറിച്ച്, പിന്നെ അതൊരു കാല് എൻ്റെ വിരലുകൾ എല്ലാം മുറിച്ച്. ആദ്യം ഒരു വിരൽ മുറിച്ചിട്ട് പിന്നെ കാലിൻ്റെ പാദം അങ്ങ് മുറിച്ച്. പിന്നെ മേപ്പോട്ടായിട്ട് അന്ന് പിന്നെ 6 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്ത ഞങ്ങളുടെ അമ്മച്ചിയുടെ കാലെല്ലാം. അന്ന് പൈസയ്ക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട്. ഞാനന്ന് വെളിയിലായിരുന്നു. അന്ന് ഞങ്ങളൊരു 10-18 ലക്ഷം രൂപ ഒക്കെ ചിലവാക്കിയിട്ട് അതെല്ലാം ഒന്ന് കരിച്ചൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തത്. ഞാനും അച്ചാച്ചനും കൂടെ പൈസയുടെ കാര്യങ്ങളെല്ലാം റെഡിയാക്കുമ്പം എൻ്റെ ചേച്ചി ആശുപത്രിയിലിരുന്ന് അമ്മച്ചിയുടെ കാര്യങ്ങളെല്ലാം നോക്കുമായിരുന്നു ചെയ്യുന്നത്. അന്ന് എന്തോ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഞാനന്ന് എൻ്റെ ചേച്ചിയെ പിന്നെ വീട്ടിൽ വന്നപ്പോൾ അമ്മച്ചിയുടെ കാലെല്ലാം മുറിച്ചിട്ട് അമ്മച്ചിയെ വീട്ടിൽ കൊണ്ടിട്ടേക്കോ. ഞാൻ ആദ്യം ഓടി വന്നു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ചേച്ചിയെ കെട്ടിപ്പിടിച്ച്, എൻ്റെ ചേച്ചിക്ക് ഓർമ്മ കാണുമായിരിക്കും, എൻ്റെ ചേച്ചിയെ കെട്ടിപ്പിടിക്കുമല്ലോ. ഞാൻ ചേച്ചിയുടെ കാല് തൊഴുമായിരുന്നു അന്ന് ചെയ്യുന്നത്. എനിക്ക് ദേഷ്യവും ഒക്കെ തോന്നും ചില സമയത്തൊക്കെ നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ. പക്ഷേ എനിക്ക് ദേഷ്യം തോന്നിയാലും എനിക്ക് പിന്നെ സ്നേഹം മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ ഓരോ പ്രയാസങ്ങളിലും ഞങ്ങൾക്ക് വേറെ ആരുമില്ല. അവൾ ഓടി വരും. അന്നേരം വീഡിയോയിലൊന്നും നിൽക്കാനോ ഒക്കെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവിടെ വീഡിയോ ഒന്നും എടുക്കത്തില്ല, സമ്മതിക്കത്തില്ല വീഡിയോ ഒന്നും എടുക്കാൻ. അതൊന്നും ഇഷ്ടമല്ല, വീഡിയോ ഒന്നും എടുക്കുന്നതൊന്നും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇച്ചിരി കൂടെ കഴിയുമ്പോഴത്തേന് എൻ്റെ ദൈവം ചെയ്ങ്ങി വരും. അച്ചാച്ചൻ നണ്ടിവിടെ കിടക്കുന്നു, അച്ചാച്ചനെ നമുക്കൊന്ന് കാണാം. അച്ചാച്ചൻ പണ്ടും ഇപ്പോഴും ഒന്നും അച്ചാച്ചനെ ഇങ്ങനെയൊക്കെ എന്തോ വന്നാലും ഒരു ടെൻഷനും അച്ചാച്ചനില്ല. അങ്ങോട്ട് ചെരിഞ്ഞ് കിടക്കുമ്പോഴേ കാണത്തുള്ളൂ. ഡോക്ടർ പറഞ്ഞ് ചെറിയൊരു ഇൻഫെക്ഷൻ പോലെ ഉണ്ട് എന്ന് പറഞ്ഞ്, അതുകൊണ്ട് ആശുപത്രി കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു. എല്ലാവരും വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ എല്ലാവരും നമ്മുടെ അച്ചാച്ചന് വേണ്ടി പ്രാർത്ഥിക്കണേ. മുരോ എത്രയും പെട്ടെന്നൊന്ന് കരിയാൻ. ഒരു ദിവസം 2-3 ദിവസം കിടത്തുന്ന കാര്യം ഡോക്ടർ പറഞ്ഞു. നമുക്കതിനുള്ള ഒരു ഇത് ഇല്ല. എങ്ങനെയാണെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. എനിക്ക് ഭയങ്കരമായിട്ടുള്ള പ്രയാസം. ചേച്ചിയാണെങ്കിൽ അവൾ ജോലിക്ക് പോകുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അവൾ ഇന്നലെ അവളുടെ കയ്യിലുള്ള പൈസ അവൾ കൊണ്ടുവന്ന് തന്നു. മോന് പഠിക്കുന്നതിന് പൈസ വേണം, പിന്നെ അവന് ഫീസ് അടയ്ക്കാനും അതിനുമൊക്കെ പൈസ വേണം. അത് കഴിഞ്ഞാൽ വീട്ടിൽ ചിലവൊന്നും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും കാണത്തില്ല. എന്നിട്ട് പോലും ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടും അവൾ അടിച്ചേൽപ്പിക്കുമായിരുന്നു അജുമോൻ്റെ കയ്യിൽ. മോനെ എന്താന്ന് പറഞ്ഞുകൊണ്ട് ആ പൈസയിൽ പിന്നെ അച്ചാച്ചന് 1000 രൂപ ചേച്ചി കൊടുത്തായിരുന്നു, അജുമോന് കൊടുത്ത് 2000 രൂപ. അപ്പോൾ ആ പൈസയും എടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നേക്കുന്നത്. ആ ഒരു അച്ചാച്ചൻ്റെ കൊടുത്ത ആ പൈസയും കൊണ്ടായിരുന്നു ഞാൻ വന്നത്. ഇനി 2000 രൂപ അജുമോൻ്റെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് കുഞ്ഞിനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയെല്ലാം എത്ര രൂപയൊക്കെ ആവുമെന്നൊന്നും എനിക്കറിയത്തില്ല. സത്യം പറഞ്ഞ് എൻ്റെ കൈ ഒരു രൂപ ശൂന്യമായിട്ടുള്ള ആ ഒരു പൈസ അല്ലാതെ ഒരു പൈസ പോലും കയ്യിലെടുക്കാനില്ലാത്ത ഒരിതായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അങ്ങനെയൊക്കെ ഇരിക്കുക. ദൈവം ഒന്നും എന്നറിയത്തില്ല, എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. എല്ലാവരും വീഡിയോ കാണണേ, ചച്ചിന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ.